All of you welcome. Today we deal with the computation of long-term capital gains. Last day we computed short-term capital gain with examples. Today we have computation of long-term capital gain with example. Okay, you know what is meant by a capital asset and what is meant by capital gain when we call it a short-term capital gain or a long-term capital gain. When the asset is held by the SSC for more than 36 months, the asset is called a long-term capital asset. The gain arising on the transfer of that capital asset is called long-term capital gain. In case of financial asset, it is 12 months instead of 36 months. And in case of unlisted security, land or building, it is 24 months. If that is held for a period more than 24 months, that is called a long-term capital asset. Okay, now we move to the computation of long-term capital gains. This is the equation used for computing long-term capital gains. From the full value of consideration, we have to deduct three things: indexed cost of acquisition, indexed cost of improvement, and selling expenses. Okay, so what is meant by full value of consideration? What is meant by cost of acquisition, cost of improvement? All these things we discussed last day. Full value of consideration simply means the sales proceeds. Cost of acquisition means the cost incurred by the SSC for acquiring the asset, for purchasing the asset, if that is a purchase, right? Cost of improvement means the expenses incurred by the SSC for the improvement of the asset. Okay. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡെക്സ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണ്? സപ്പോസ് യു പർച്ചേസ്ഡ് ദ അസറ്റ് ഇൻ 1990 പർച്ചേസ് ചെയ്ത ഒരു അസറ്റ് ഇഫ് വി ആർ സെല്ലിങ് ഇൻ 2019-20 നമ്മുടെ പ്രീവിയസ് ഇയറിൽ സെല് ചെയ്യുമ്പോൾ ആ അസറ്റ് സെല് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ, അതാണ് ഇവിടെ നമ്മൾ ടാക്സബിളായിട്ട് അല്ലെങ്കിൽ ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗെയിൻ വിൽ ബി എ ഹ്യൂജ് എമൗണ്ട്. 90 പർച്ചേസ് ചെയ്ത ഒരു പ്ലോട്ട് ഓഫ് ലാൻഡാണ് ഇപ്പോൾ നമ്മൾ സെല് ചെയ്യുന്നത് 2019-20 എത്രയോ ഇയേഴ്സ് കഴിഞ്ഞിട്ട്. സോ ഫോർ കമ്പ്യൂട്ടിംഗ് ദി ക്യാപിറ്റൽ ഗെയിൻ അസസിക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് അക്വിസിഷനെ അതുപോലെ തന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്, ഇപ്പോൾ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ 90 തന്നെ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് ചെയ്യാം. എന്തിനാണ് ഇൻഡെക്സ് ചെയ്യുന്നത്? ഇൻഡെക്സ് ചെയ്യുമ്പോൾ വി ആർ കൺസിഡറിങ് ദ പ്രൈസ് ലെവൽ ചേഞ്ചസ്. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ള ഇക്വേഷൻ നമുക്ക് ആദ്യം നോക്കാം. നിങ്ങളെല്ലാവരും ഡിഗ്രിക്ക് പഠിച്ചതായതുകൊണ്ട് യു നോ ദാറ്റ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻഡെക്സ് എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ്. അപ്പോൾ നമ്മൾ അസറ്റ് സെല് ചെയ്യുന്നത് നമ്മളുടെ പ്രീവിയസ് ഇയർ 1920 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ CII കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എടുക്കേണ്ടത് അസറ്റ് സെല് ചെയ്യുന്ന ഇയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രീവിയസ് ഇയറിൻ്റെയാണ്, റൈറ്റ്? ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് or cost inflation index on 1st April 2001 whichever is later. അതെന്താണ് മീൻ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് അറിയുണ്ടാകും. നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഐ വിൽ ഷോ യു ദ സ്ലൈഡ് ഫസ്റ്റ്. ഈ ഒരു പോയിന്റ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് വിച്ച് വാസ് അക്വയർഡ് ബിഫോർ 1st April 2001. അതായത് നമ്മളുടെ അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മളുടെ എക്സാമ്പിളിൽ 90 പർച്ചേസ് ചെയ്തത്, 1990 പർച്ചേസ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അസറ്റ് 1st April 2001 മുന്നേ ആണെങ്കിൽ SSCക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഓപ്ഷൻ? ഒന്നെങ്കിൽ നിങ്ങളത് പർച്ചേസ് ചെയ്ത പ്രൈസ് എടുക്കാം, അതല്ലെങ്കിൽ 1st April 2001 വാട്ട് ഈസ് ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദാറ്റ് അസറ്റ്, അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എന്തായിട്ട് എടുക്കാം? കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് എടുക്കാം. മനസ്സിലായല്ലോ പറയുന്നത്? അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് SSCക്ക് ബെനിഫിഷ്യൽ ആണ്. അങ്ങനെ SSCക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അത് SSCക്ക് ചൂസ് ചെയ്യാം.
അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനേക്കാളും കൂടുതലാണ് ഫെയർ മാർക്കറ്റ് വാല്യൂ എങ്കിൽ അത് കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് എടുക്കുമ്പോൾ എന്താകും? കോസ്റ്റ് കൂടുമ്പോൾ എന്താകും? ക്യാപിറ്റൽ ഗെയിന് കുറയും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓൺ ദ സെയിൽ ഓർ ട്രാൻസ്ഫർ ഓഫ് ദാറ്റ് അസെറ്റ് വിൽ ബി ഡിക്രീസിങ്. ക്യാപിറ്റൽ ഗെയിൻ കുറയുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വിൽ ഓൾസോ ബി ഡിക്രീസിങ്. വൺ മോർ തിങ് ഐ വിൽ ക്ലാരിഫൈ യു നൗ. അപ്പോൾ ദിസ് ഈസ് ക്ലിയർ. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ കേസും നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തതാണ്, അല്ലെങ്കിൽ അപ്പോൾ വന്നതാണ് ഡിസ്കഷനിൽ. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻകേർഡ് ബിഫോർ 1st April 2001 ഷാൽ നോട്ട് ബി കൺസിഡേർഡ് അറ്റ് ഓൾ. അപ്പോൾ നമ്മൾ പ്ലോട്ട് ഓഫ് ലാൻഡ് പർച്ചേസ് ചെയ്ത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിന് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുണ്ട് 1990 തന്നെ, അല്ലെങ്കിൽ 2001 മുന്നേ എപ്പോഴോ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റില്ല? കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യില്ല. റീസൺ എന്താണ്? നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഒന്നുകിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കാം, അതല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1st April 2001 എന്താണോ ഉള്ളത് അതിനെ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് SSCക്ക് ബെനിഫിഷ്യലാണ് ആ ഓപ്ഷൻ. എഗെയിൻ 2001 മുന്നേ ഉള്ള കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേയില്ല. എന്ന് വെച്ചാൽ ഷോർട്ടായിട്ട് പറയാം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ബിഫോർ 1st April 2001 ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ആ കോസ്റ്റ് എത്രയൊക്കെയാണോ അത് പർച്ചേസ് ചെയ്തത്, അല്ലെങ്കിൽ എത്രയൊക്കെയാണ് നിങ്ങൾ അക്വയർ ചെയ്ത് അതെടുക്കാം, അതല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1st April 2001 എടുക്കാം. ഈ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻകേർഡ് ബൈ ദി SSC പ്രയർ ടു 1st April 2001 is taken as nil, means that will not be considered, that is not at all considered, right? അപ്പോൾ അതാണ് ആ രണ്ട് കേസസ്. നമ്മളുടെ പ്രോബ്ലത്തിൽ ഇന്ന് അത് വരും. അപ്പോൾ ദാറ്റ് വിൽ ബി ക്ലിയർ ടു യു, റൈറ്റ്? അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് സെയിൽസ് പ്രൊസീഡ്സ്, എത്രയ്ക്കാണ് നിങ്ങൾ അസെറ്റ് സെല്ല് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ഡിഡക്റ്റ് ചെയ്യണം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് വി അപ്ലൈ ഫോർ ദാറ്റ്. അത് ഡിവൈഡഡ് ബൈ CII ഓഫ് ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസെറ്റ് വാസ് ഹെൽഡ്. അതല്ലെങ്കിൽ നിങ്ങൾ 2001 മുന്നേ വാങ്ങിയ അസെറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? CII ഓൺ 1st April 2001 ആണ് ഡിനോമിനേറ്ററായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിന് നമ്മളെങ്ങനെ ഇൻഡെക്സേഷൻ? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ജസ്റ്റ് ലൈക്ക് ദിസ്, which is equal to cost of improvement into cost inflation index for the year in which the asset is sold, means that is the index of our previous year, divided by cost inflation index for the year in which the improvement to asset took place. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇംപ്രൂവ്മെൻറ്റ് ഡൺ പ്രയർ ടു 1st April 2001 ഈസ് ടു ബി ഇഗ്നോർഡ്. ആ കേസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്നാണോ ഇംപ്രൂവ്മെൻറ്റ് നടത്തിയത് ആ ഇയറിലെ ഇൻഡെക്സ് ആണ് ഡിനോമിനേറ്ററായിട്ട് വരിക. അവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 1st April 2001 മുന്നേ ഉള്ളത് നമ്മൾ കൺസിഡർ ചെയ്യില്ല, അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ല, അത് നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇനി വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്നുള്ളത് നോക്കാം. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇൻ റിലേഷൻ ടു previous year means the index as the central government may, having regard to 75% of the average rise in the consumer price index for the immediate preceding previous year, notify in this behalf. Means this is the index which is given by the central government by considering the changes in the price level. Consumer price ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അറിയല്ലോ അല്ലേ? അപ്പോൾ 75% ആവറേജ് റൈസ് ഇൻ പ്രൈസ് കൺസിഡർ ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുന്ന ഇൻഡെക്സ് ആണെന്ത്? കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ്. ഓക്കെ, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇത് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു യൂസ് ദി കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡിസസ് ആസ് റിക്വയർഡ് ബൈ ദി ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ രണ്ടെണ്ണം നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഒന്ന് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് ഇയർ 2001 ദ ബേസ് ഇയർ 100, അതുപോലെ തന്നെ ദ ലാസ്റ്റ് ഇയർ 2020-21 301.
1920 ഈസ് അവർ പ്രീവിയസ് ഇയർ. അപ്പോൾ 289. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. അതർവൈസ് ദാറ്റ് വിൽ ബി ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ ഫോർ എക്സാമിനേഷൻ പർപ്പസ്. Now it is clear? Okay, now we are moving to the question. This is the question which is given. From the following information, compute the capital gains for the assessment year 2021. Two house properties are given, house 1 and house 2. Date of purchase, first house purchase ചെയ്തത് May 1997, second house December 2000. Cost of acquisition which is given as 1,90,000, 2,50,000. Cost of additional construction in 2000, 10,000, 25,000. രണ്ട് വീടും അഡീഷണൽ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ആക്ച്വലി കോസ്റ്റ് ഓഫ് അഡീഷണൽ കൺസ്ട്രക്ഷൻ ആണെന്ത്, ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ കൺസ്ട്രക്ഷൻ എന്തോ ചെയ്തിട്ടുണ്ട്. ദെൻ യു ആർ ഗിവൺ വിത്ത് ദി ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1st April 2001, 1,75,000, 3,50,000. Okay, cost of additional construction, again you modified that house property in 2014-15. 48,000 is the cost incurred for that for the first house. Second house 1,20,000. Sales proceeds of the property in 1920. നമ്മുടെ പ്രീവിയസ് ഇയറിൽ അത് സെൽ ചെയ്തു. അപ്പോൾ കിട്ടിയ സെയിൽസ് പ്രൊസീഡ്സ് ആണെന്ത്, ഫസ്റ്റ് ഹൗസിന് 14 lakhs, സെക്കൻഡ് ഹൗസിന് 24 lakhs. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡിസസ് ആർ ഗീവൺ. 2001 200 ആണ് നമുക്കറിയാം. അതുപോലെ തന്നെ 1920 289 ആണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ വേണ്ടത് 14-15 ആണ്, ദാറ്റ് ഈസ് 240. ഇനി അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് ടേബിൾ വിത്ത് യു. കണ്ടോ, ഇതിൽ 2014-15 240 ദാറ്റ് ഈസ് ദർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെയിൽസ് പ്രൊസീഡ്സിൻ്റെ അകത്തുനിന്ന്, സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രോപ്പർട്ടീൻ്റെ കേസിൽ സെൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊസീഡ്സ് 14 lakhsനാണ് സെൽ ചെയ്യുന്നത്. രണ്ടാമത്തെ ഹൗസ് 24 lakhsനാണ് സെൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സെയിൽസ് പ്രൊസീഡ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഇനി അത് നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് ആദ്യം ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ദിസ് പ്രോപ്പർട്ടി ഈസ് ഹെൽഡ് ബൈ ദി SSC ഫോർ സോ മെനി ഇയേഴ്സ് അല്ലേ. 97 വാങ്ങിയത് നമ്മൾ സെൽ ചെയ്യുന്നത് 2019-20 അപ്പോൾ പ്രോപ്പർട്ടി ബിൽഡിംഗ് ആണ് എങ്കിൽ 24 months ആണ്. ബാക്കിയുള്ള അസറ്റ്സിൻ്റെയൊക്കെ കേസിൽ അത് 36 months ആണ്. അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് അക്വിസിഷനെയും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിനെയും ഇൻഡെക്സ് ചെയ്യും. മനസ്സിലായല്ലോ. ഇനി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബ്രോക്കറേജ് അങ്ങനെ എന്തെങ്കിലും ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ അങ്ങനത്തെ കേസസ് ഒന്നുമില്ല. ലാസ്റ്റ് ഡേ നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് അപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതറിയാമല്ലോ നിങ്ങൾക്ക് അല്ലേ. പിന്നെ സെല്ല് ചെയ്യുമ്പോൾ സെല്ലിങ് എക്സ്പെൻസസ് ബ്രോക്കറേജ് സംതിങ് ലൈക്ക് ഉണ്ടെങ്കിൽ ദാറ്റ് യു ക്യാൻ ഡിഡക്റ്റ്. അപ്പോൾ ഇവിടെ സെയിൽസ് പ്രൊസീഡ്സ് നിന്ന് കോസ്റ്റ് ഓഫ്, ഇതെന്തായാലും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഗെയിൻ ആണെങ്കിലും ലോസ് ആണെങ്കിലും ലോങ് ടേം ആയിരിക്കും, അതറിയാമല്ലോ അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡെക്സ് ചെയ്യണം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ആഫ്റ്റർ 1st April 2001 ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻഡെക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഐ വിൽ ഷോ യു ദ സൊല്യൂഷൻ ഫസ്റ്റ് ഹൗസിൻ്റെ നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് രണ്ടാമത്തെ ഹൗസിൻ്റെതിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. Okay, this is the solution. That is sold for 14 lakhs. The house is sold for 14 lakhs. ഇനി നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒന്ന് നോക്കിക്കേ നിങ്ങൾ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ദാറ്റ് ഈസ് പർച്ചേസ്ഡ് ഫോർ 1,90,000. എന്നാണ് പർച്ചേസ് ചെയ്തത്, May 97 പർച്ചേസ് ചെയ്തത്. 1,90,000 rupeesനാണ് പർച്ചേസ് ചെയ്തത് അല്ലേ. പിന്നെ അഡീഷണൽ കൺസ്ട്രക്ഷൻ 2000 10,000 rupeesൻ്റെ അഡീഷണൽ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. അതാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1st April 2001 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അസറ്റ് 1st April 2001 മുന്നേ പർച്ചേസ് ചെയ്തതുകൊണ്ട് SSCക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്ത പ്രൈസ് എടുക്കാം, അതല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1st April 2001 എടുക്കാം. ഏതാണ് SSCക്ക് ബെനിഫിഷ്യൽ ആവുക അതാണ് എടുക്കുക. ഏതാ ബെനിഫിഷ്യൽ ആവുക, ഏതാണോ കൂടുതലുള്ളത് അതാണ് എടുക്കുക. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കൂടുതലാവുമ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ കുറയുക അല്ലേ. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 1,90,000 ആണ്.
ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1,75,000 ആണ്. അപ്പോൾ ഈ SSCക്ക് 1,90,000 കോസ്റ്റ് ഓഫ് അക്വിസിഷൻ തന്നെ എടുക്കുന്നതായിരിക്കും ബെനഫിഷ്യൽ ആവുക ആണല്ലോ. പിന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ 2,000 അഡീഷണൽ കൺസ്ട്രക്ഷൻ നടത്തിയ 10,000 റുപ്പീസ് കൺസിഡർ ചെയ്യില്ല, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 1,90,000 ആണ് ഈ കേസിൽ. ഇനി രണ്ടാമത്തെ കേസും കൂടെ ഇപ്പോൾ തന്നെ പറയാം. 2,50,000 അത് അക്വയർ ചെയ്തത്, 25,000 അഡീഷണൽ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1st April 2001 3,50,000 ആണ്. അപ്പോൾ SSC ഇതും എന്താണ്, 1st April 2001 മുന്നേ പർച്ചേസ് ചെയ്ത ഹൗസ് പ്രോപ്പർട്ടിയാണ്. SSCക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കാം, അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 എടുക്കാം. അപ്പോൾ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് കൂടുതൽ, 3,50,000 റുപ്പീസ്. അപ്പോൾ അതാണ് എടുക്കുക കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട്, പർച്ചേസ് ചെയ്ത പ്രൈസ് അല്ല. അപ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ കുറവായിരിക്കുക. അവിടെയും എന്താണ്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻകേർഡ് ബിഫോർ 1st April 2001 എന്നാണ് അഡീഷണൽ കൺസ്ട്രക്ഷൻ നടത്തിയത്. 2000-ലാണ് 25,000 റുപ്പീസ്, അത് കൺസിഡർ ചെയ്യില്ല, അത് SSCക്ക് ഡിഡക്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മനസ്സിലായല്ലോ. 1,90,000 ആണ് ഫസ്റ്റ് ഹൗസിൻ്റെ കേസിൽ എടുക്കുക. ഇൻഡെക്സ് ചെയ്യുക എങ്ങനെയാണ്, നമ്മൾ ഏത് വർഷമാണോ അസറ്റ് സെല്ല് ചെയ്യുന്നത് ആ വർഷത്തെ ഇൻഡെക്സ് ആണ് ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുക. അപ്പോൾ 1,90,000 ഇൻറ്റു 289 ആണ് 2018-19 ഇൻഡെക്സ്. ഓക്കെ, ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് അക്വയർഡ്. അതല്ലെങ്കിൽ നമ്മൾ ഏതെടുക്കുക, ഐ ഷോ യു ദാറ്റ്. ഇത് കണ്ടോ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 1,90,000 ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ്. നമ്മൾ സെല് ചെയ്യുന്നത് 2019-20ലാണ്. 1920 ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, 289 ആണ്. The asset is sold for ₹14 lakhs first house അല്ലേ. പിന്നെ ഡിവൈഡഡ് ബൈ എന്താണ്, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ്. എന്നാണ് ആദ്യമായിട്ട് ഹോൾഡ് ചെയ്യുന്നത്, അസറ്റ് വാങ്ങുന്നത് May 1997-ലാണ്. ഒന്നുകിൽ ആ ഇൻഡെക്സ് ആണ് എടുക്കുക, അതല്ലെങ്കിൽ 1st April 2001 അല്ലെങ്കിൽ 97, വിച്ച് എവർ ഈസ് ലേറ്റർ, അവസാനം വന്നതാണ് എടുക്കേണ്ടത്. അപ്പോൾ 1st April 2001 ഇൻഡെക്സ്, അതായത് 100, അതാണ് എടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. 2001-2 ആണ് നമ്മളുടെ തന്ന ഇയറിൽ മാക്സിമം 100 അതിൻ്റെ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് യൂസ് ചെയ്യുള്ളൂ. 1920-ലാണ് അസറ്റ് സെല് ചെയ്യുന്നത്. 1920 ഇൻഡെക്സ് എന്ന് പറയുന്നത് 289. അപ്പോൾ ന്യൂമറേറ്റർ ആയിട്ട് എപ്പോഴും വരിക നമ്മൾ സെല് ചെയ്യുന്ന നമ്മളുടെ പ്രീവിയസ് ഇയറിൻ്റെ ഇൻഡെക്സ് ആണ്. എക്സാമിനേഷന് ചിലപ്പോൾ അതൊക്കെ പല പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ തന്ന ക്വസ്റ്റ്യനിൽ എന്തായാലും ഇൻഡെക്സ് ഉണ്ടാകും, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉണ്ടാകും, അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളുടെ പ്രീവിയസ് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യരുത്. ഓക്കെ, മനസ്സിലായില്ല. അപ്പോൾ 1920 ഇൻഡെക്സ് 289 ഇൻറ്റു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഡിവൈഡഡ് ബൈ CII ഓഫ് ദ ഫസ്റ്റ് ഇയർ 2001-2, അതാണ് 100 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്ര കിട്ടും, 5,49,100. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. എന്തുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുത്തത്, ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കാത്തതെന്നുള്ള എക്സ്പ്ലനേഷൻ ഐ ഓൾറെഡി ഗിവൻ ടു യു. ഇനി വേറെ എന്തും കൂടി ഡിഡക്റ്റ് ചെയ്യാം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഓൾസോ ദ SSC ക്യാൻ ഡിഡക്റ്റ്. സെല്ലിംഗ് എക്സ്പെൻസസ് ഇല്ല, 3 ഐറ്റംസ് ആണ് നമുക്ക് ആകെ ഡിഡക്റ്റ് ചെയ്യാനുള്ളൂ. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് അഡീഷണൽ കൺസ്ട്രക്ഷൻ വീണ്ടും നടത്തിയത് എന്നാണ്, 2014-15 അഡീഷണൽ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് ഫോർ 48,000 റുപ്പീസ്. 48,000 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അവിടെ എന്താണ്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡെക്സ് ചെയ്യണം. 48,000 ഇൻറ്റു നമ്മളുടെ ഏത് വർഷത്തിലാണോ അസറ്റ് സെല് ചെയ്യുന്ന ആ വർഷത്തെ ഇൻഡെക്സ് 289 ഡിവൈഡഡ് ബൈ
കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഇൻ വിച്ച് ദ ഇംപ്രൂവ്മെൻറ്റ് വാസ് ഡൺ. ഇംപ്രൂവ്മെൻറ്റ് നടത്തിയത് 2014-15 ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ 240. ഇപ്പോൾ 48,000 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 240. സോ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഈസ് 57,800. അപ്പോൾ നമ്മളുടെ അത്രയും കാലം കഴിഞ്ഞു പോയി, അത്രയും പ്രൈസ് ലെവൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഫാക്ടേഴ്സ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് അന്ന് നിങ്ങൾ സ്പെൻഡ് ചെയ്തത് ദാറ്റ് ഈസ് ഈക്വൽ ടു that 48,000 is equal to now 57,800. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇഫ് യു ഡിഡക്ട് ഫ്രം യുവർ സെയിൽസ് പ്രൊസീഡ്സ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 79300. ദാറ്റ് ഈസ് ദ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓഫ് ദി ഫസ്റ്റ് ഹൗസ്. സെക്കൻഡ് ഹൗസ് ഓൾസോ വി ക്യാൻ കമ്പ്യൂട്ട് ലൈക്ക് ദിസ്. സെക്കൻഡ് ഹൗസിൻ്റെ കേസിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 24 lakhs ആണ്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 1st April 2001 മുന്നേ ഉള്ളത് നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തു. ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് ഹയർ ആയിട്ട് വന്നത്. സോ ദാറ്റ് ഈസ് ടേക്കൺ ആസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ദാറ്റ് ഈസ് ഇൻഡെക്സ്ഡ്. അത് ഇൻഡെക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 3,50,000 ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. ഇൻറ്റു 289 നമ്മൾ അസറ്റ് സെല് ചെയ്യുന്ന ഇയറിലെ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ CII of the first year, that is 100 divided by 100. അപ്പോൾ അന്നത്തെ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 3,50,000 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു നൗ 10,11,500. ക്ലിയർ ആയോ? അഗെയിൻ ദിസ് ഹൗസ് ഓൾസോ ഹാഡ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ 2014-15. rupees 1,20,000 ഈസ് സ്പെൻഡ് ഫോർ ദാറ്റ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡെക്സ് ചെയ്യും. ഇൻഡെക്സ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് ചെയ്യുന്ന ഇയർ നമ്മൾ സെല് ചെയ്യുന്ന ഇയർ എന്ന് പറയുന്നത് 289 ആണ് ഇൻഡെക്സ്. 1,20,000 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 240 എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ഇൻ വിച്ച് ദ ഇംപ്രൂവ്മെൻറ്റ് വാസ് ഡൺ. അപ്പോൾ 14-15 ഇൻഡെക്സ് ആണ് 240. അപ്പോൾ ആ ഇംപ്രൂവ്മെൻറ്റ് 1,20,000 ഈസ് ഈക്വൽ ടു 1,44,500. So when we deduct these two costs, അതായത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഫ്രം ദ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, ഹിയർ ഓൾസോ യു ആർ ഹാവിങ് എ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ദറ്റ് ഈസ് ഈക്വൽ ടു 12,44,000. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. എന്തൊക്കെയാണിതെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാനുള്ളത്? ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ആകുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് നിങ്ങൾക്ക് കിട്ടുക. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഇൻഡെക്സ് ദി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ഓൾസോ യു ക്യാൻ ഡിഡക്ട്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ്, 3 things യു ഡിഡക്ട് ഫ്രം ദി സെയിൽസ് പ്രൊസീഡ്സ്. ഇൻഡെക്സ് ചെയ്യേണ്ട പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻകേർഡ് ബിഫോർ 1st April 2001 is ignored, that is not at all considered. Cost of acquisition before 1st April 2001 means if the assessee acquired the asset before 1st April 2001, the assessee can either he can take the cost of acquisition or the fair market value on 1st April 2001, whichever is more, as the cost of acquisition for computing long-term capital gain. Long-term capital gain is taxable. Long-term capital loss ആണെങ്കിൽ that also you can set off in the rules that we will discuss later. So that's all about today's discussion. Hope it is clear to you. Okay.